അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ആദരണീയരായ ഹാജമാരെ ഈ പുണ്യമേറിയ സദസ്സിൽ പങ്കെടുക്കുന്ന മറ്റ് സഹോദരന്മാരെ, നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും രക്ഷിതാവും പരമകാരുണ്യവാനുമായ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇതുവരെ നടന്ന വളരെ അർത്ഥപൂർണമായ സംസാരങ്ങൾ എല്ലാറ്റിലും നമുക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളത്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും കരുതിക്കൊണ്ടും നമ്മുടെ കർമ്മത്തെ, ഹജ്ജ് കർമ്മത്തെ, ഉംറയെ ഏറ്റവും പ്രയോജനകരമാക്കി തീർക്കാനുള്ള ശ്രമമാണ് നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഇനിയിപ്പോൾ നടക്കുന്നത് നമ്മുടെ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശരീരമാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവും ശരീരവും ഉണ്ടാകും എല്ലാ കർമ്മങ്ങൾക്കും. അതിൻ്റെ ആത്മീയ വശം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ശരീരമാണ്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന കാര്യമാണ് കുറഞ്ഞ സമയമെടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ മുന്നിലുള്ള സദസ്യരെ ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിലൊന്ന്, ഇത്തവണ ഹജ്ജിന് പോകുന്ന ആളുകളെന്ന് കൈപൊക്കുക. ഓക്കെ, മാഷാ അല്ലാഹ്. ഇനി ഇതുവരെ പോയിട്ടില്ലാത്ത ആദ്യമായിട്ട് പോകുന്നവരൊന്ന് കൈപൊന്തിക്കുക. ആദ്യമായിട്ട്. ഓക്കെ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വളരെ ലഘുവായ ലളിതമായ ഒരു കർമ്മമാണ് ഹജ്ജ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമോ വളരെ അപൂർവമായി മാത്രമോ ചെയ്യുന്നത് കൊണ്ട് നമ്മിൽ പലർക്കും ആശങ്കകൾ ഉണ്ടാകാമെങ്കിലും വളരെ ലളിതമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ചൊല്ലാത്ത ആൾക്ക് നമസ്കാരമില്ല എന്നാണല്ലോ. എന്ന് പറഞ്ഞാൽ ഫാത്തിഹ കാണാതെ പഠിച്ച് ചൊല്ലണം സ്വലാത്തിൽ, നമസ്കാരത്തിൽ. അതുപോലെ മറ്റു പലതും. എന്നാൽ കാണാതെ പഠിച്ചു ചൊല്ലിയില്ല എങ്കിൽ ഹജ്ജ് ഉണ്ടാവുകയില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥന പോലും ഇല്ല. ഒരു കഷ്ണം പ്രാർത്ഥന പോലും ഇല്ല. ധാരാളം സുന്നത്തായ പ്രാർത്ഥനകളുണ്ട് ഓരോ സമയത്തും നിർവഹിക്കേണ്ടവ. ചിലതൊക്കെ ഇവിടെ കാണിക്കും. വിശദാംശങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പുറത്തു വച്ചിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങി നിങ്ങൾ വായിച്ചു പഠിക്കുകയാണ് വേണ്ടത്. നമുക്ക് സാധ്യമായതിൻ്റെ പരമാവധി നമ്മൾ പഠിച്ചു പോകണം. പക്ഷേ ഏതോ ഒരു പ്രാർത്ഥന ഏതോ ഒരു നേരത്ത് നമുക്ക് ചൊല്ലാൻ ഓർമ്മയിൽ വന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ കർമ്മത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാനില്ല. അത്രത്തോളം ലളിതമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയത്തിനകം നമ്മളൊരു യാത്ര പോയി വരണം എന്ന് വിചാരിക്കുകയാണ്. ഉംറയിലൂടെ, ഹജ്ജിലൂടെ നമുക്ക് തിരിച്ചെത്താം. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണും കാതും ഹൃദയവും പൂർണ്ണമായ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഈ സമയത്തിനകം നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ
നമ്മൾ തുടങ്ങുക ഇൻഷാ അല്ലാ. ഹജ്ജിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേജുകളിലൊന്നുമില്ല, കുറഞ്ഞ സ്ഥലങ്ങളിലെ പരാമർശമാണ്. പക്ഷേ അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിലുള്ളതാണ്. അത്തരം ആയത്തുകളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം, പഠിക്കണം എന്ന് മാത്രം ഒറ്റ വാക്കിൽ ഇപ്പോൾ പറയുകയാണ്. നമുക്ക് 3 തരത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ കഴിയും. 3 തരത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ കഴിയും. അതിലൊന്ന് തമത്തു ആയ രീതിയാണ്, മറ്റൊന്ന് ഖിറാൻ ആയ രീതിയാണ്, ഇനിയൊന്ന് ഇഫ്രാദ് എന്ന രീതിയാണ്. ഇതിൽ ഇൻഷാ അല്ലാ നമ്മൾ തമത്തു ആയ രീതിയിൽ ഹജ്ജ് നിർവഹിക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ട് ഇവിടെ പറയും. രണ്ടാമത്തെ ഖിറാൻ എന്ന് പറയുന്ന രീതിയും ഇഫ്രാദ് എന്ന് പറയുന്ന രീതിയും ആർക്കെങ്കിലും അതിൻ്റെ വിശദാംശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സെഷനിൽ നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാവുന്നതാണ്. ചെറിയ ചില മാറ്റങ്ങൾ മാത്രമാണ് അതുകൊണ്ടുള്ളത്. വളരെ ലഘുവായി പറഞ്ഞാൽ നമ്മൾ മീഖാത്തിൽ വെച്ച് ഉംറയ്ക്കും ഹജ്ജിനും വേണ്ടി ഒന്നിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന രീതിയാണ് ഖിറാൻ എന്ന് പറയുന്നത്. മീഖാത്തിൽ വെച്ച് ഹജ്ജിന് വേണ്ടി മാത്രമായി ഇഹ്റാമിൽ പ്രവേശിക്കുന്ന രീതിയാണ് ഇഫ്രാദ് എന്ന് പറയുന്നത്. എന്നാൽ മീഖാത്തിൽ വെച്ച് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുകയും ഉംറ നിർവഹിച്ചതിന് ശേഷം തഹല്ലുലായി സാധാരണ ജീവിതം നയിക്കുകയും ഹജ്ജിൻ്റെ തീയതികളിൽ അല്ലെങ്കിൽ ദുൽഹജ്ജ് 8-ന് ഇപ്പോഴത്തെ അവിടുത്തെ ക്രമീകരണം കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ദുൽഹജ്ജ് 7-ന് നമ്മൾ ഹജ്ജിന് വേണ്ടി മീഖാത്തിൽ പ്രവേശിച്ച് ഹജ്ജ് നിർവഹിക്കുന്ന രീതിയാണ് തമത്തു എന്ന് പറയുന്ന രീതി. അപ്പോൾ ഇതിലേത് രീതിയും സ്വീകരിക്കാം. ഏതാണ് കൂടുതൽ മെച്ചപ്പെട്ടത് എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഏതൊരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാണ് ഇറങ്ങുക. അതുപോലെ തന്നെ വാഹനത്തിൽ കയറുമ്പോഴും പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുക. അങ്ങനെ തന്നെ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞു തമത്തു ആയ രീതിയിലാണ് നമ്മൾ ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ആദ്യം നമ്മൾ ഉംറയാണ് നിർവഹിക്കുക. ഈ ഉംറ നിർവഹിക്കണമെങ്കിൽ 4 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഉംറയ്ക്ക് എത്ര ചെയ്യാനുള്ളത് ഞാൻ കേൾക്കണമെന്നില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾക്കുക മാത്രം ചെയ്യുന്നവർ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റു പറയുന്നവർക്ക് പഠിക്കാൻ കഴിയും, പഠിപ്പിക്കുന്നവർക്ക് അതിനേക്കാൾ കൂടുതൽ പഠിക്കാൻ കഴിയും. അപ്പോൾ 4-5 കർമ്മങ്ങളാണ് നിർബന്ധമായി ഹജ്ജിനുള്ളത്, റുക്നുകൾ. അതേ സമയത്ത് ഉംറയ്ക്ക് 4 റുക്നുകളാണ് ഉള്ളത്. ആ 4 റുക്നുകളിൽ 1 ഇഹ്റാമാണ്, 2 തവാഫാണ്, 3 സഅയാണ്, 4 മുടിയെടുക്കലാണ്, മുടിയെടുത്തുകൊണ്ട് തഹല്ലുലാവലാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ 1 റുക്നു കൂടി ചേർന്നാൽ ഹജ്ജിൻ്റെ റുക്നുകളായി. അത് അറഫയിൽ നിൽക്കുക എന്നതാണ്. എന്നാൽ ഇതേ കാര്യം തന്നെ ക്രമത്തിൽ ചെയ്യുക എന്ന ഒരു നമ്പർ കൂടി പറഞ്ഞ് ഉംറ 5 എന്ന് പറയുന്നവരുണ്ട്. അതേ കാര്യം തന്നെ ക്രമത്തിൽ ചെയ്യേണ്ടവ അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ് ഹജ്ജിന് അതിൽ +1 ഒന്നുകൂടി ചേർക്കുന്നവരുമുണ്ട്. അങ്ങനെ ചില പുസ്തകങ്ങളിൽ കണ്ടാൽ ആശങ്കപ്പെടേണ്ടതില്ല, അതും ഇതും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏതായാലും ഒന്നാമത്തത് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. ഇഹ്റാമിൽ പ്രവേശിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില മീഖാത്തുകൾ നിർണയിച്ചു തന്നിട്ടുണ്ട്. മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സമയപരമായോ അല്ലെങ്കിൽ സ്ഥലപരമായോ ഉള്ള പരിധികൾക്കാണ് മീഖാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നാനാഭാഗത്ത് നിന്ന് വരുന്ന ആളുകളുടെ മീഖാത്താണ് ഇവിടെ എഴുതി കാണിച്ചിട്ടുള്ളത്. ഒന്ന് ദുൽഹുലൈഫയാണ്, അതിൻ്റെ പുതിയ പേരാണ് അബിയാർ അലി. മദീനയിൽ നിന്ന് വരുന്ന ആളുകൾ ഇഹ്റാം ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ നമ്മൾ പണ്ട് മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകും. ഇന്ത്യക്കാരുടെ മീഖാത്ത് യലംലമാണ് എന്ന് പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതിനകം ഹജ്ജിന് പോയ ആരെങ്കിലും യലംലം കണ്ടിട്ടുണ്ടോ? യലംലം കണ്ടവരൊന്ന് കൈവന്തിക്കൂ. യലംലം
ആരുമില്ല അല്ലേ? ഒരുപാട് ആൾ ഹജ്ജിന് പോയിട്ട് ഒരാളാണ് യലംലം കണ്ടത്, 2 ആളാണ് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ എന്ത് പറ്റി? നമ്മൾ സാധാരണ വിമാനമാർഗത്തിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നത് എന്നതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നേരിൽ കണ്ടുകൊള്ളണം എന്നില്ല. നമ്മൾ ആകാശത്തൂടെ പെട്ടെന്ന് പോവുകയായിരിക്കും ചെയ്യാം. അങ്ങനെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, അവർ മീഖാത്ത് എത്തുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യുക? ഇഹ്റാമിൽ പ്രവേശിക്കുക. കാരണം ഇഹ്റാമിലല്ലാതെ മീഖാത്ത് വിട്ട് കടക്കാൻ പാടില്ല എന്നാണ്. അതിനു മുമ്പേ തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് വിരോധമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ വിമാനമാർഗം പോകുന്ന ആളുകളാണ്, ഈ സ്ഥലം കാണാൻ സാധ്യതയില്ല. ഒരുപക്ഷെ വിമാനത്തിൽ നിന്ന് അനൗൺസ്മെന്റ് കേട്ടേക്കാം, കേട്ടാൽ നിയ്യത്തൊന്നുകൂടി പുതുക്കിയാൽ മതി. പക്ഷെ നമ്മൾ ആദ്യം തന്നെ എയർപോർട്ടിൽ വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരു രീതിയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ചില മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തണം. ആത്മീയമായ, മാനസികമായ, സാമ്പത്തികമായ, ശാരീരികമായ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് നേരത്തെ പ്രഭാഷണങ്ങളിലൊക്കെ വന്നു. ഇനിയും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. ഇനി കർമ്മപരമായ മുന്നൊരുക്കമായിട്ട് പറയുകയാണെങ്കിൽ, 1 നഖം വെട്ടുക, മീശ വെട്ടുക, കക്ഷത്തിലെയും ഗുഹ്യഭാഗത്തെയും രോമങ്ങളൊക്കെ കളയുക, ആകെ മൊത്തം ശരീരത്തെ ഒന്ന് ശുദ്ധിയാക്കുക. എന്നിട്ട് ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. വീട്ടിൽ നിന്നാകാം, ഹജ്ജ് ക്യാമ്പിൽ നിന്നാകാം, എയർപോർട്ടിൽ നിന്നാകാം, അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ. ഇഹ്റാമിന് വേണ്ടി ഒന്ന് കുളിക്കുക. അങ്ങനെ കുളിച്ച് ശരീരത്തിൽ നമ്മൾ ഇഹ്റാം വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിൽ സുഗന്ധമൊക്കെ പുരട്ടി നമ്മളൊന്ന് റെഡി ആവണം. അതിന് ശേഷമാണ് നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത്. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് പ്രത്യേകമായ വസ്ത്രധാരണമുണ്ട്. ഒരു മുണ്ട് ഉടുക്കുകയും ഒരു മുണ്ട് പുതക്കുകയും ചെയ്യുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വസ്ത്രകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, മുഖവും മുൻകൈയും മറക്കാൻ പാടില്ല. അത് മറക്കുന്നവരാണെങ്കിൽ ഇഹ്റാമിൻ്റെ നേരത്ത് അത് വെളിവാകണം, പുറത്ത് കാണിക്കണം എന്നതാണ്. അങ്ങനെ വസ്ത്രം ധരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ഏതെങ്കിലും ഒരു നിർബന്ധ നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ ആ നമസ്കാരം തന്നെ മതിയാകും. ഇല്ലെങ്കിൽ നമസ്കാരം കറാഹത്തല്ലാത്ത ഒരു നേരത്താണെങ്കിൽ 2 റക്അത്ത് നമ്മൾ സുന്നത്ത് നമസ്കരിക്കുക. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുൻപ്, വസ്ത്രം ധരിച്ചതിന് ശേഷമാവാം, അതിൻ്റെ മുമ്പുമാവും, എങ്ങനെയായാലും കുഴപ്പമില്ല. കാരണം വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നതല്ല ഇഹ്റാം പ്രവേശിക്കുക എന്ന് പറയുന്നത്. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് അതിനും ശേഷം ചെയ്യുന്ന നിയ്യത്താണ്. എന്താണ് ഇഹ്റാം എന്ന വാക്കിന് അർത്ഥം എന്ന് ചോദിച്ചാൽ നിഷിദ്ധമാക്കുക എന്നതാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് അനുവദനീയമായ പല കാര്യങ്ങളും നമുക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടെ നിഷിദ്ധമായി തീരും എന്നതാണ്. അപ്പോൾ നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നു. ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇഹ്റാം വസ്ത്രം ധരിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഇത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ചെയ്തതായതുകൊണ്ട് അദ്ദേഹം പാൻറ്റും ഷർട്ടും ഒക്കെ ധരിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് വെറും ഒരു പ്രദർശനമാണ്. അതേസമയത്ത് പുരുഷന്മാർ ഒരു വസ്ത്രവും വേറെ ഉണ്ടാവാൻ പാടില്ല, അടിവസ്ത്രം ഉണ്ടാവാൻ പാടില്ല.
സോക്സ് ധരിക്കാൻ പാടില്ല, തുന്നിയ വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുമ്പോൾ എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മയിൽ വെക്കണം. ഇത് ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് പറയാം. ഏതായാലും ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഇഹ്റാം വസ്ത്രം ധരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരു നിയ്യത്ത് ചൊല്ലണം. ചൊല്ലൽ സുന്നത്തുള്ള നിയ്യത്താണ് ഇഹ്റാമിൻ്റെ നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ. ഇങ്ങനെ രണ്ട് രീതിയിലും പറയാം. ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ അങ്ങനെ പറയുക, ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് പറയുക. അങ്ങനെ പറയുന്നതോടുകൂടി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നിഷിദ്ധമാകും. അതിൽ പൊതുവിൽ നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നും പാടില്ലാത്ത കാര്യങ്ങളാണ് ആദ്യം കാണിച്ചത്. അതിൽ പെട്ടതാണ് സുഗന്ധം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇഹ്റാമിന് വേണ്ടി കുളിക്കുമ്പോൾ അല്ലെങ്കിൽ കുളിച്ചു കഴിഞ്ഞ ഉടനെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് ദേഹത്ത് സുഗന്ധം പൂശാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ പൂശിയ സുഗന്ധം, അങ്ങനെയുള്ള അത്തറോ മറ്റു കാര്യങ്ങളോ ഒക്കെ നമുക്ക് പിന്നീട് വെയിൽ കൊള്ളുമ്പോഴോ മറ്റോ ഇഹ്റാമിന് ശേഷവും നമ്മുടെ ദേഹത്ത് ഒലിക്കുകയോ വസ്ത്രത്തിൽ പുരളുകയോ ഒന്നും ചെയ്യുന്നത് പ്രശ്നമല്ല. പക്ഷേ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ മുടി നീക്കം ചെയ്യാൻ പാടില്ല, മുടി വെട്ടുകയോ വടിക്കുകയോ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറിച്ചു കളയുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. പുരുഷന്മാർക്കും പാടില്ല, സ്ത്രീകൾക്കും പാടില്ല. അതുപോലെ നഖം മുറിക്കാൻ പാടില്ല, വിവാഹാലോചന നടത്താൻ പാടില്ല, വിവാഹം നടത്താൻ പാടില്ല, സ്ത്രീ പുരുഷ ശാരീരിക ബന്ധവും പാടില്ല. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായിട്ട് നിഷിദ്ധമാകുന്ന കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് തല മറക്കാൻ പാടില്ല. തല മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുട ചൂടുന്നതിന് വിരോധമില്ല, അതേപോലെ തന്നെ എന്തെങ്കിലും ലഗേജ് എടുത്ത് തലയിൽ വെച്ച് കൊണ്ടുപോകുന്നതിന് വിരോധമില്ല, ഏതെങ്കിലും തണലിൽ നിൽക്കുന്നതിന് വിരോധമില്ല. പക്ഷേ നമ്മൾ ഉടുത്ത മുണ്ടിനാലോ അല്ലാതെ വല്ല തലപ്പാവ് ഉപയോഗിച്ചോ ഷാൾ ഉപയോഗിച്ചോ ഒക്കെ തല മറക്കാൻ പാടില്ല. പുരുഷന്മാർക്ക് പ്രത്യേകം നിഷിദ്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ബെൽറ്റ് കെട്ടുന്നതിന് വിരോധമല്ല, അത് വസ്ത്രത്തിൽ പെടുകയില്ല എന്നതുകൊണ്ടാണ്. അതുപോലെ നെരിയാണി മറയുന്ന ഷൂ പോലുള്ളത് ധരിക്കാൻ പാടില്ല. നമ്മൾ മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ കാൽ വിരലുകൾ കാണണം, പിറകു വശത്ത് നിന്ന് നോക്കുമ്പോൾ കാലിൻ്റെ മടമ്പും കാണണം. അങ്ങനെ കാണുന്ന വിധമുള്ള ചെരുപ്പുകളാണ് നമ്മൾ ധരിക്കേണ്ടത്. ആകെ മൊത്തം മൂടുന്ന ചെരുപ്പ് ധരിക്കാൻ പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖം മൂടാൻ പാടില്ല, അതുപോലെ തന്നെ കൈപ്പത്തിയും മൂടാൻ പാടില്ല, കയ്യുറ ധരിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് പൊതുവിൽ നിഷിദ്ധമായത്. അതോടൊപ്പം നേരത്തെ ഉള്ള ബഹുമാന്യരായ പണ്ഡിതരും പ്രഭാഷകരും ഒക്കെ പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിൽ വേണം. ഫലാ റഫസ വല ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ അശ്ലീലങ്ങൾ പാടില്ല, ആഭാസങ്ങൾ പാടില്ല, പിണക്കം പാടില്ല, കുതർക്കം പാടില്ല, അങ്ങനെ സ്വഭാവപരമായ മോശത്തരങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് ഇഹ്റാം. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഒന്ന് കൈപൊന്തിക്കണം, എന്നാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി സംശയ നിവാരണത്തിന്റെ നേരത്ത് ചോദിച്ചാൽ മതി. ഇങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മന്ത്രം എന്താണ്? എല്ലാവരും ഒന്ന് ചൊല്ലുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഒരു മൂന്നെട്ട് ചൊല്ലിയപ്പോൾ തന്നെ നമ്മൾ ഈ എന്താ പറയുക, ഈ ഹാളിൽ നിന്ന് നമ്മൾ വേറെ അല്ലേ? ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
നമ്മുടെ ഇഹ്റാമും നമ്മുടെ ഹജ്ജും ഉംറയും ഒക്കെ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുന്ന വിധം പൂർത്തീകരിച്ച് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ നമ്മൾ പറഞ്ഞു ഉംറയുടെ 4 കാര്യങ്ങളിൽ ഒന്ന് ഇഹ്റാമാണ്. രണ്ടാമത്തത് എന്താണ്? തവാഫാണ് രണ്ടാമത്തത്. തവാഫ് എവിടെ വെച്ചാണ് ചെയ്യുക? തവാഫ് ചെയ്യുക കഅബയുടെ ചുറ്റുമാണ്. തവാഫ് ചെയ്യുന്ന തവാഫ് ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ യാത്ര വിമാനത്തിലും ബസ്സിലും ഒക്കെ ആയിട്ട് മക്കയിലെത്തുന്നു. അവിടെ റൂമിൽ ചെല്ലുന്നു. നമ്മൾ അവിടെ അല്പം വിശ്രമിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ലഗേജ് അവിടെ വെക്കുന്നു. എന്നിട്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ആളുടെയോ അല്ലെങ്കിൽ നമ്മുടെ പരസ്പരം കൂടിയാലോചനയുടെയോ ഒക്കെ ഫലമായിട്ട് നമ്മളൊരു ഒഴിവൊക്കെ ഉള്ള നേരം നോക്കി നന്നായി വൃത്തിയായി വളരെ ആവേശപൂർവ്വം സജീവമായി ആരോഗ്യത്തോടെ നമ്മൾ എവിടേക്ക് പോകുന്നു? മസ്ജിദുൽ ഹറമിലേക്ക് പോകുന്നു. മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. അങ്ങനെ മസ്ജിദുൽ ഹറമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, കഅബയുടെ ചുറ്റിലുമുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാം, അവിടേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രാർത്ഥന കാണാതെ പഠിച്ചു ചൊല്ലുകയാണ് നല്ലത്. അഥവാ ആർക്കെങ്കിലും മറന്നുപോയാൽ ബിസ്മില്ലാ എന്ന് പറയാൻ മറക്കൂലോ, അങ്ങനെയെങ്കിലും ചൊല്ലി അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് പറയാൻ അറിയുന്നവർ അത് ചൊല്ലി, പൂർണ്ണമായി അറിയാവുന്നവർ അത് ചൊല്ലി നമ്മൾ മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുന്നു. മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിച്ചാൽ പിന്നെയുള്ള കാഴ്ച ആവേശകരമായ കാഴ്ചയാണ്. പരിശുദ്ധ കഅബ കാണുകയാണ്. ആ കഅബ കാണുമ്പോഴും ഇതുപോലെ തന്നെ നമ്മളൊരു പ്രാർത്ഥന പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൊല്ലുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രാർത്ഥന നമുക്ക് കാണാതെ അറിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ, നമ്മുടെ ഭാഷയിൽ എന്താണോ നമുക്ക് അള്ളാഹിനോട് പറയാൻ കഴിയുന്നത് അത് പ്രാർത്ഥിച്ചാൽ മതിയാകും. പുസ്തകം നോക്കി തപ്പിത്തടഞ്ഞ് അർത്ഥമില്ലാത്ത രീതിയിൽ പറയുന്നതിനേക്കാൾ മെച്ചം അങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക എന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കഅബ കണ്ടു. അതിനുശേഷം നമ്മൾ തവാഫ് ആരംഭിക്കുകയാണ്. തവാഫ് ആരംഭിക്കുമ്പോൾ ഹജറുൽ അസ്വദാണ്. തവാഫ് ആരംഭിക്കുമ്പോൾ ഒന്ന് എൻ്റർ അടിച്ചു നോക്കൂ, ഇത് വർക്ക് ചെയ്യാൻ നോക്കൂ. തവാഫ് ആരംഭിക്കുന്നത് ഹജറുൽ അസ്വദ് മുതലാണ്. ഓക്കെ, അപ്പുറത്തതോ? ഹജറുൽ അസ്വദ് എന്ന് പറയുമ്പോൾ കഅബയുടെ ഒരു മൂലയിൽ സ്ഥാപിച്ചിട്ടുള്ള വർക്കാവുന്നുണ്ടല്ലോ, ഒരു മൂലയിൽ സ്ഥാപിച്ചിട്ടുള്ള കല്ലാണ്. ഈ കാണുന്നത് അതിൻ്റെ ഒരു ഫ്രെയിം മാത്രമാണ്. അതിനകത്ത്, ആ വൃത്തത്തിനകത്ത് ചെറിയ ചെറിയ പൊട്ടു കല്ലുകളാണ് ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത്. നമ്മൾ പോയ ആളുകളാണ് മഹാഭൂരിപക്ഷം ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അക്കാര്യം അറിയാം. ഓക്കെ, മതി, ഇനി ബാക്ക് വരണ്ട. അപ്പോൾ ഹജറുൽ അസ്വദ് മുതൽ ഹജറുൽ അസ്വദ് വരെ കഅബയെ ഇടതുഭാഗത്താക്കിക്കൊണ്ട് 7 തവണ ചുറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു തവാഫ് എന്ന് പറയുന്നത്. ചില ആൾക്കാർ ക്യാൻറ്റീനിൽ മെസ്സാളിലൊക്കെ വന്നിട്ട് പറയും, ഇന്ന് ഞാൻ 15 തവാഫ് ചെയ്തു എന്നൊക്കെ പറയും. 15 തവാഫോ എന്ന് ചോദിക്കും അത്ഭുതത്തിൽ. അവർ പറയണത് എന്താണെന്നറിയോ? 15 തവണ ചുറ്റിയെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ചുറ്റലില്ല. നമ്മൾ 7 തവണ ചുറ്റുന്നതാണ് ഒരു തവാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നു. ആ ഹജറുൽ അസ്വദിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ആ തിരക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആ വീഡിയോ വെച്ചത്, പ്ലേ ആയില്ല. എന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് നമുക്ക് നേരെ അടുത്ത് തന്നെ എത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്തായാലും സാധിക്കുമെങ്കിൽ അത് ചുംബിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ കൈകൊണ്ട് സ്പർശിച്ചുകൊണ്ട്, അതിനും കഴിയില്ലെങ്കിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞ് തവാഫ് ആരംഭിക്കുകയാണ്. എന്താണ് പറയുക? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അങ്ങനെ നമ്മൾ തവാഫിന് വേണ്ടി മതാഫിലേക്ക് ഇറങ്ങുമ്പോൾ പുരുഷന്മാർ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്നറിയോ? അവരുടെ മേൽമുണ്ട് വലത് കൈ വെളിയിൽ കാണുന്ന രീതിയിൽ, നമ്മൾ ഇഹ്റാം കാണിച്ചു തന്നപ്പോൾ രണ്ടാമത് കാണിച്ച വീഡിയോയിൽ കണ്ടില്ലേ, നമ്മുടെ വലത് കൈ വെളിയിൽ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യണം? മേൽമുണ്ട് ധരിക്കണം. ഇൽത്തിബാ എന്നാണ് അതിന് പറയുക. അതിന് വലിയ ചരിത്ര പശ്ചാത്തലമൊക്കെ ഉണ്ട്. സമയക്കുറവുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. എന്തായാലും ഇഹ്റാമിൽ പ്രവേശിക്കുന്ന എയർപോർട്ടിൽ വെച്ച് നമ്മൾ മേൽമുണ്ട് നന്നായി ധരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഈ മതാഫിലേക്ക് ഇറങ്ങുമ്പോൾ, ഒന്നാമത്തെ തവാഫിന് ഇറങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ
വലത് കൈ പുറമെ കാണുന്ന രീതിയിൽ മേൽമുണ്ട് കക്ഷത്തിലൂടെ എടുത്ത് ഇപ്പുറത്ത് ഇടണം. അപ്പോൾ വലത്തെ കൈ നമുക്ക് പുറത്ത് കാണുന്ന രീതിയിൽ ചെയ്യണം. അതേപോലെ തന്നെ ആദ്യത്തെ 3 ചുറ്റലിൽ ഒന്ന് ധൃതിപ്പെട്ടു പോകൽ പുരുഷന്മാർക്ക് സുന്നത്തുണ്ട്, റംല് നടത്തും എന്നാണ് അതിന് പറയുക. അപ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ഹജറുൽ അസ്വദിനെ നോക്കി പറഞ്ഞ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ പ്രാർത്ഥിക്കുക? എന്താ പ്രാർത്ഥിക്കുക? ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഈമാനം ബിക് വതസ്ദീഖൻ ബികിതാബിക് വവഫാഅൻ ബിഅഹദിക് വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറന്നുപോയാലോ ഒട്ടും ബേജാറാവണ്ട. കാരണം ഇല്ലെങ്കിൽ തവാഫ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അറിയുമെങ്കിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? തവാഫ് ആരംഭിക്കുന്നു. പിന്നെ നമ്മൾ കഅബ ഇടതുവശത്ത് ആകുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റുകയാണ്. അങ്ങനെ ചുറ്റിപ്പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അർദ്ധവൃത്താകൃതി കാണാൻ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോയി ആ കഅബയുടെ ഈ മൂലയിലെത്തി ഇവിടുന്ന് ഹജറുൽ അസ്വദ് വരെയുള്ള സ്ഥലത്ത് റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമ്മൾ എവിടെ എത്തി? ഹജറുൽ അസ്വദിന്റെ അടുത്തെത്തി. അവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. രണ്ടാമത്തെ റൗണ്ട് ആരംഭിക്കുന്നു. ഈ തവാഫിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വുളു വേണം. നിർബന്ധമായിട്ടും വുളു ഉണ്ടായിരിക്കണം. തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് ശുദ്ധി ഉണ്ടായിരിക്കണം എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കഅബ നമ്മുടെ ഇടതുവശത്തായിരിക്കണം. കഅബയുടെ നേരെ ഇങ്ങനെ നോക്കി നിൽക്കുകയോ കഅബ പോയിട്ട് കഅബയുടെ ഖില്ല പിടിക്കുകയോ അതിനെ ഇങ്ങനെ ആ തരം കാര്യങ്ങൾ തവാഫിനിടയിൽ ചെയ്യരുത്. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ പോയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാം. ഇങ്ങനെ 7 തവണ നമ്മൾ പരിശുദ്ധ കഅബയെ കറങ്ങുന്നതിനിടക്ക് നമുക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ഇണതുണകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നിങ്ങളോട് ഏൽപ്പിച്ചവർക്കും അല്ലാത്തവർക്കും മുസ്ലിം ലോകത്തിനും നാടിനും എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. ഒട്ടും സമയം പാഴാക്കി കളയരുത്. അവിടുത്തെ കൗതുക കാഴ്ചകളിൽ കണ്ണുടക്കി ക്ലോക്ക് ടവറിലൊക്കെ നോക്കി നമ്മൾ എന്ത് കളയരുത്? നമ്മുടെ പ്രധാനപ്പെട്ട കർമ്മത്തിൻ്റെ ചൈതന്യം ചോർന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയാണ്. അങ്ങനെ 7 തവണ ചുറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തവാഫ് കഴിഞ്ഞു. ആ തവാഫിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മഖാം ഇബ്രാഹിമിന് പിറകിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കുന്നു. ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുകൾ ഓതിക്കൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു. ഇതാണ് മഖാം ഇബ്രാഹിം. ഈ അർദ്ധവൃത്താകൃതിയിൽ കാണുന്നത് ഹിജ്ർ ഇസ്മായിൽ. അതിനും പുറത്തുകൂടെയാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. അതിനകത്ത് ആളുകൾ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് തവാഫിനിടയിലല്ല. തവാഫൊക്കെ കഴിഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ അതിനകത്ത് വെച്ച് 2 റക്അത്ത് നമസ്കരിക്കാം. പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ. ഓക്കെ, അങ്ങനെ മഖാം ഇബ്രാഹിമിന് പിറകിൽ വെച്ച് പറഞ്ഞാൽ തൊട്ട് പിറകിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. മാത്രവുമല്ല മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ കഅബയുടെ ചുറ്റുള്ള ആ സ്ഥലം എല്ലാം അതിൽ പെട്ടതാണ് എന്ന് പണ്ഡിതർക്ക് അഭിപ്രായമുണ്ട്. എവിടുന്നാണോ നമുക്ക് നമസ്കരിക്കാൻ സൗകര്യം കിട്ടുന്നത് അവിടെ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കുക. നിസ്കരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സംസം കുടിക്കലാണ്. സംസം കുടിച്ചതിന് ശേഷം നടത്തുന്ന പ്രാർത്ഥനക്ക് പ്രത്യേകമായ ഇജാബത്തുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഉംറയ്ക്ക് എത്ര കർമ്മമായിരുന്നു പറഞ്ഞത്? 4. അതില് ഇഹ്റാം പ്രവേശിച്ചു. പിന്നെ എന്താ ഇപ്പൊ കഴിഞ്ഞ്? തവാഫ്. എല്ലാവരും കഴിഞ്ഞോ? ഇനി തവാഫ് പറയില്ല. ഹജ്ജിന്റെ സമയത്ത് ഹജ്ജിന്റെ തവാഫ് എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ. തവാഫുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇനി ഇതിൽ പറയാൻ വിട്ടതോ നിങ്ങൾക്ക് അറിയേണ്ടതോ ആയ കാര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷണത്തിന്റെ സമയത്ത് പറയാം.
ഇനി നമുക്ക് ഏതാ കർമ്മമുള്ളത് ഉംറയിൽ? സഅയാണുള്ളത്. സഅയാണുള്ളത്. അപ്പോൾ ഇങ്ങനെയല്ലത് കാണേണ്ടത്, ഒന്ന് നോക്കണേ, ശ്രദ്ധിക്കണേ. അപ്പൊ സഅയ് എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം സഫയുടെയും മർവയുടെയും ഇടയിലുള്ള നടത്തമാണ് സഅയ് എന്ന് പറയുന്നത്. സഫയുടെയും മർവയുടെയും ഇടയിൽ എത്ര തവണ നടക്കണം? 7 തവണ നടക്കണം. പക്ഷെ തവാഫ് അജറുൽ അസ്വദ് മുതൽ തുടങ്ങി അജറുൽ അസ്വദ് വരെ എത്തുമ്പോഴാണ് 1 എന്ന് എണ്ണുക. സഅയ് സഫയിൽ നിന്ന് തുടങ്ങി മർവയിലെത്തുമ്പോൾ തന്നെ 1 എന്നെണ്ണുന്നു. മനസ്സിലായോ? അപ്പോ സഫയിൽ നിന്ന് തുടങ്ങി സഫയിൽ തന്നെ എത്തണ്ട. സഫയിൽ നിന്ന് തുടങ്ങി മർവയിലെത്തുമ്പോൾ 1, മർവയിൽ നിന്ന് വീണ്ടും സഫയിലെത്തുന്നത് 2, 3, 4, 5, 6, 7-മത്തത് എവിടെ എത്തും? ഏഴാമത്തത് മർവയിലെത്തും എന്നതാണ്. അപ്പൊ ആ സൊഫയിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇന്ന സൊഫാ വൽ മർവത മിൻ ശഅഇരില്ലാ, ഈ ആയത്ത് മുഴുവനായിട്ടും കാണാതെ അറിയുന്നവർക്ക് അത് ഓതാം, അവിടെ എഴുതി വെച്ചത് വായിക്കുകയും ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളും ചെയ്യാം. ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാ. പിന്നെ അതിനുശേഷം നമ്മൾ സഫയിൽ കയറിയതിന് ശേഷം നമ്മൾ മർവയിലേക്ക് നടക്കുന്നതിന് മുന്നോടിയായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വയുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥനകൾ പൂർണ്ണമായി പഠിച്ചു വെച്ചത് ഓർമ്മയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കതൊക്കെ ചൊല്ലാം. അതിനുശേഷം നമ്മൾ നേരെ മർവയിലേക്ക് നടക്കുകയാണ്. അങ്ങനെ മർവയിലേക്ക് നടക്കുമ്പോൾ അവിടെ നമുക്കൊരു പച്ച ലൈറ്റുള്ള സ്ഥലം കാണാം. പച്ച ലൈറ്റ്. ആ പച്ച ലൈറ്റ് ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള സമയത്ത് പുരുഷന്മാരൊന്ന് വേഗത്തിൽ നടക്കുകയോ ചെറുതായി ഒന്ന് ഓടുകയോ ചെയ്യുന്നത് സുന്നത്താണ്. റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. അങ്ങനെ പ്രാർത്ഥനകൾ പഠിച്ചവർക്ക് അവിടെ വെച്ച് പ്രത്യേകിച്ച് ദിക്റും ഒക്കെ ചെല്ലാം. പിന്നെ മർവയിൽ എത്തുന്നത് വരെ കുറേ സമയം നമുക്ക് നടക്കാനുണ്ടാകും. തിരക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ സമയം നടക്കേണ്ടി വരും. അപ്പോഴെല്ലാം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇഷ്ടംപോലെ പ്രാർത്ഥിക്കാനുള്ള അവസരമാണ്. ആ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ടേ നമ്മൾ പോവുക. അങ്ങനെ മർവയിലെത്തും. മർവയിലെത്തിയാൽ 1, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ച് ഇതൊക്കെ മർവയിലേക്ക് കയറുമ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവിടെ നിന്ന് തിരിച്ച് സഫയിൽ തന്നെ എത്തുന്നു, തിരിച്ച് മർവയിലെത്തുന്നു. അങ്ങനെ 7-മത്തെ തവണ നമ്മൾ എന്ത് ചെയ്യുന്നു? മർവയിലെത്തുമ്പോൾ എന്താ അവസാനിക്കുന്നത്? സഅയ് അവസാനിക്കുന്നു. സഅയ് എല്ലാവരും പഠിച്ചോ? വേഗത്തിലായി പോയോ? പക്ഷെ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപൊന്തിക്ക്. കുറഞ്ഞു പോയോ കൈ? ഓക്കെ, ഗുഡ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വീകാര്യയോഗ്യമായ രീതിയിൽ സഅയ് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, ഉച്ചയ്ക്ക് ശേഷം ചോദിക്കാം. അപ്പൊ ഇനി എന്താ ബാക്കിയുള്ളത്? മുടി എടുക്കലാണ് ബാക്കിയുള്ളത്. പുരുഷന്മാർക്ക് മുടി വടിക്കലാണ് ഏറ്റവും നല്ലത്. ഹജ്ജിനോട് ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണെങ്കിൽ മുടി വെട്ടിയാൽ മതിയാകും. അല്ല എങ്കിൽ മുടി വടിക്കുന്നവർക്ക് വേണ്ടി റസൂലുള്ള 3 തവണ പ്രാർത്ഥിച്ചു. മുടി വെട്ടിയവർക്ക് വേണ്ടി 1 തവണ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. 3 തവണത്തെ പ്രാർത്ഥന വേണോ 1 തവണത്തത് മതിയോ എന്ന് നമ്മൾ ആലോചിക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിരലിൻ്റെ അത്രയും വലുപ്പത്തിൽ മുടിയുടെ അടിഭാഗത്ത് നിന്ന് അല്പം വെട്ടിയാൽ മതി പ്രിയമുള്ളവരെ. പക്ഷേ നിങ്ങൾ ആരും അത് മർവയിൽ വെച്ച് ചെയ്യരുതേ, റൂമിൽ പോയതിൻ്റെ ശേഷം ചെയ്താൽ മതി. പുരുഷന്മാർക്ക് ധാരാളം ബാർബർ ഷോപ്പുകൾ സൗജന്യമായിട്ടുള്ളതും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, അല്ലാത്തതും അവിടെ പുറത്തുണ്ട്. അവിടെ വെച്ച് നമുക്ക് സൗകര്യം പോലെ മുടി വടിക്കാം. മുടി വടിച്ച് കഴിയുന്നതോടുകൂടി മാത്രം എന്താവുള്ളൂ? തഹല്ലുലാവുകയുള്ളൂ. അപ്പോൾ നിഷിദ്ധമായ കാര്യങ്ങൾ, ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ് കാര്യം. അപ്പൊ നമ്മൾ തമത്തുവായ ഹജ്ജ് നിർവഹിക്കുമ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു? ഉംറ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉംറ കഴിഞ്ഞാൽ പിന്നെന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? പിന്നെ നമ്മൾ മക്കയിൽ തങ്ങുകയാണ് ചെയ്യുന്നത്. മക്കയിൽ തങ്ങുമ്പോൾ സാധാരണ ജീവിതമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഹിറ കാണാൻ പോകാം, സൗറ് കാണാൻ പോകാം. അതുപോലെ തന്നെ ജന്നത്തുൽ മുഅല്ല അവിടുത്തെ പുരാതന ഖബർസ്ഥാനാണ്, അവിടെ കാണാൻ പോകാം. അതുപോലെ മസ്ജിദുൽ ജിന്ന അതിന് തൊട്ടപ്പുറത്തുണ്ട്, അവിടെ കാണാം. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് മദീനയിലേക്കൊന്ന് പോയി വരാം. ഇത്തരം കാര്യങ്ങൾ മദീനയെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ ബഹുമാന്യനായ പാളയം ഇമാം നമ്മുടെ സുഹൈബ് മൗലവി വിശദമായിട്ട് തന്നെ എൻ്റെ ഈ അവതരണത്തിന് ശേഷം പറയും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒറ്റ വാക്കും പറയുന്നില്ല. അത് ഒക്കെ നമുക്ക് ഈ സന്ദർഭത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സമയത്തെ ഒട്ടും നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മൾ നേരെ ഹജ്ജിൻ്റെ ദിവസത്തിലേക്ക് പോവാണ്.
ഇതാണ് ദുൽഹജ്ജ് 8 യൗമുത് തർവിയ. എന്താണ് ദുൽഹജ്ജ് 8-ന് പറയാ? നിങ്ങൾക്ക് ക്ഷീണായോ? ഇല്ലെങ്കിലൊന്നും ഉഷാറായിട്ട് പറയും. എന്താണ് ദുൽഹജ്ജ് 8? യൗമുത് തർവിയ. പണ്ട് കാലത്ത് ബലിമൃഗങ്ങളെ കൂടെ കൊണ്ടുവരികയെന്ന് ചെയ്യാറുണ്ടായിരുന്നത്. അങ്ങനെ കൂടെ കൊണ്ടുവരുന്ന ബലിമൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കാനും പുല്ല് കൊടുക്കാനും, പിന്നെ മിനയിൽ ഇന്നത്തെ പോലെ അവിടെ നിർമ്മിച്ച ടെൻറ്റുകളൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് ടെൻ്റ് അടിക്കാനും ഹജ്ജിൻ്റെ സമയത്ത് ആവശ്യമായ വെള്ളം ശേഖരിക്കാനും ഒക്കെ വേണ്ടിയുള്ള മൊത്തത്തിലൊരു ഒരുക്കത്തിൻ്റെ ദിവസമാണ് യൗമുത് തർവിയ എന്ന് പറയുന്നത്. അപ്പോൾ 8-ാം തീയതി തമത്വമായി ഹജ്ജ് ചെയ്യുന്ന നമ്മളെല്ലാവരും നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ പോവുകയാണ്. ഇപ്പൊ കുറച്ച് കാലമായിട്ട് അവിടുത്തെ ക്രൗഡ് കൺട്രോൾ, തിരക്ക് കുറയ്ക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് 7-ാം തീയതി തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറയും. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, 7-ാം തീയതി പ്രവേശിക്കാം. അങ്ങനെ നമ്മൾ താമസ സ്ഥലത്ത് വെച്ച് ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ്. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഇഹ്റാമിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവർക്കും അറിയാലോ. ശരീരത്തെ ശുദ്ധിയാക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ച് നമ്മൾ പുരുഷന്മാർ ഇഹ്റാം വസ്ത്രമൊക്കെ ധരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞ് അല്ലാഹുവേ ഹജ്ജിന് വേണ്ടിയുള്ള ഇഹ്റാമിൽ ഞാൻ പ്രവേശിക്കുകയാണ് എന്ന നിയ്യത്തോടു കൂടി ആ ഇഹ്റാമിൽ നമ്മൾ പ്രവേശിക്കുക. ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിയുന്നതോടുകൂടി പിന്നെ നമ്മൾ എന്ത് ചൊല്ലാൻ തുടങ്ങും? എന്ത് ചെല്ലാൻ തുടങ്ങും? തൽബിയത്ത് ചെല്ലാൻ തുടങ്ങും. എങ്ങനെയാണ് തൽബിയത്ത് ചെല്ലുന്നത്? ലാ ശരീക ലഹ് അല്ലേ? അതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, പരമാവധി അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് ചൊല്ലി അങ്ങനെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഹജ്ജിനെ ഇഹ്റാം ചെയ്തിട്ട് മിനയിലേക്കാണ് പോകുന്നത്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. മിനയിൽ നമുക്ക് ടെൻറ്റുകളുണ്ട്. ആ ടെൻറ്റുകൾക്ക് അകത്ത് തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല, അത് നമ്മളൊരു സൗകര്യത്തിനാണ്. മിനയുടെ അതിർത്തിക്കകത്ത് നമ്മൾ ആയിരിക്കണം. അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ കർമ്മങ്ങളൊന്നും ചെയ്യാനില്ല. അതേ സമയത്തോ ഒരുപാട് കുറയ്ക്കാനും ഉണ്ട്. കുറയ്ക്കാനുള്ളത് എന്താ? പ്രത്യേകമായിട്ട് നിസ്കാരങ്ങള് സുബഹി 2 റക്അത്ത്, ളുഹ്റ് 2 റക്അത്ത്. എപ്പോഴാണ് നിസ്കരിക്കുക? ളുഹറിന്റെ സമയത്ത് 2 റക്അത്ത്. അസറും 2 റക്അത്ത്. എപ്പോ? അസറിന്റെ സമയത്ത്. മഗ്രിബോ കുറയ്ക്കാൻ പറ്റൂല, 3 റക്അത്ത്. എപ്പോഴാണ് നിസ്കരിക്കുക? മഗ്രിബിന്റെ സമയത്ത്. ഇശാ എപ്പോഴാണ് നിസ്കരിക്കുക? ഇശായിന്റെ സമയത്ത്. എത്ര റക്അത്ത് നിസ്കരിക്കും? 2 റക്അത്ത്. എല്ലാ ഈ 4 റക്അത്തുള്ളതെല്ലാം 2ആക്കി ചുരുക്കും. സുബഹി പിന്നെ പണ്ടേ 2ആണ്, മഗ്രിബിനെ കുറയ്ക്കുകയില്ല. അപ്പോൾ ഖസ്റാക്കി കുറച്ച് നിസ്കരിക്കുന്നു. അതേ സമയത്ത് ജംആക്കുന്നില്ല. ളുഹ്റും അസ്റും കൂട്ടിയിട്ടോ മഗ്രിബ് ഇശാ ഒന്നിച്ചോ നിസ്കരിക്കുന്നില്ല, ഖസ്റാക്കി നിസ്കരിക്കുന്നു. ഇതാണ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. എന്നാൽ നമ്മൾ അടുത്ത കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ദുൽഹജ്ജ് 9-ാം തീയതിയിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹജ്ജ് 9 യൗമു അറഫ, ഏറ്റവും പ്രധാനപ്പെട്ട അൽ ഹജ്ജു അറഫ എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിവസമാണ്. അറഫ ഇല്ലാത്തവന് ഹജ്ജില്ല. അറഫ ഇല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണോ? പ്രായശ്ചിത്തം ചെയ്തിട്ട് കാര്യമില്ല, കാരണം അറഫ ഇല്ലെങ്കിൽ ഹജ്ജില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ ദുൽഹജ്ജ് 9-ാം തീയതി ഉച്ച മുതൽ മഗ്രിബ് വരെയുള്ള സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും സുവർണാവസരമാണ്. ഒരു നിമിഷം പാഴാക്കി കളയരുത്. ചിലപ്പോൾ നമ്മൾ 8-ാം തീയതി തന്നെ രാത്രി അറഫയിലെത്തും, അല്ലെങ്കിൽ 9-ാം തീയതി രാവിലെ അറഫയിലെത്തും. രാവിലെ മുതലേ ചില ആളുകൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ക്ഷീണിച്ച് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിപ്പോയാലോ എന്താ സംഭവിക്കുക? ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉറങ്ങിപ്പോയാൽ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കും. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ അന്ന് രാവിലെ അല്പം വിശ്രമിച്ചോളൂ. രാവിലെ വേണമെങ്കിൽ ലേശം ഒന്ന് മയങ്ങിയാൽ ഒന്നും കുഴപ്പമില്ല. ളുഹ്റോട് കൂടിയിട്ട് നമ്മൾ എന്താകുന്നു? സജീവമായേ തീരൂ. അപ്പോൾ അവിടെ വേണ്ടത് ളുഹ്റും അസ്റും ജംഉം ഖസ്റുമായി, അതായത് ളുഹ്റ് 2 റക്അത്ത്, അസ്ർ 2 റക്അത്തായിട്ട് ജംഉം ഖസ്റുമായിട്ട് നമ്മൾ നിസ്കരിക്കുക എന്നതാണ്. ളുഹ്റും അസ്റും നേരത്തെ നമ്മൾ മിനയിൽ വെച്ച് എന്താ ചെയ്തിട്ടുള്ളൂ? ചുരുക്കി നിസ്കരിച്ചു, ജംആക്കിയിട്ടില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നത്? ചുരുക്കുകയും ചെയ്യുന്നു, ജംആക്കുകയും ചെയ്യുന്നു. മസ്ജിദ് നബവിയിൽ ഒരു ഖുതുബയൊക്കെ ഉണ്ടാകും.
കേൾക്കാൻ അവസരം നമുക്ക് മൊബൈലിലൊക്കെ നമ്മുടെ പിന്നെ FM റേഡിയോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ആപ്പും ഒക്കെ ഉണ്ട്. അത് മക്കയിൽ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും പിന്നെ നിസ്കരിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ധാരാളം സമയം ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും അറിയുന്ന ആളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്വന്തം തന്നെ അതൊക്കെ നമ്മളെ മൊബൈൽ ഹാൻഡ്സെറ്റിൽ ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ സമയത്ത് അത് ഉപകരിക്കും. മനസ്സിലായില്ലേ? പരമാവധി ഹറമിൽ പോയിട്ട് നിസ്കരിക്കണം ജമാഅത്തായിട്ട് അവിടെയുള്ള സമയത്ത്. ഓക്കെ, അപ്പോൾ 9-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ളുഹർ അസ്ർ ജമ്മു കസറായി നിസ്കരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മളങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. ഏത് സമയം വരെ? മഗ്രിബ് വരെ. അതിനിടയിൽ അസ്ർ നിസ്കരിക്കാനില്ല, കാരണം അസ്ർ നമ്മൾ ആദ്യം തന്നെ നിസ്കരിച്ചു കഴിഞ്ഞു. ഒറ്റക്കും കൂട്ടായും ഒക്കെ പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുക. അള്ളാഹുവോട് ചോദിക്കാൻ കിട്ടുന്ന ഈ സുവർണാവസരത്തെ ഒരു സെക്കൻഡിന്റെ 1000-ലൊരംശം പോലും വെറുതെ ആക്കാതെ അവിടെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് പറയാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ മഗ്രിബ് വാങ്കിന്റെ സമയമാകും. എവിടെയാണ് മഗ്രിബ്? സാധാരണ മഗ്രിബ് വാങ്ക് കൊടുത്താൽ നമ്മൾ എന്താ ചെയ്യുക? മഗ്രിബ് കേട്ടാൽ എന്താ ചെയ്യുക? ഓടിച്ചെന്ന് മഗ്രിബ് നിസ്കരിക്കാൻ പോകും. പക്ഷെ ഹാജി എന്ത് ചെയ്യുന്നില്ല? അപ്പോൾ തന്നെ മഗ്രിബ് നിസ്കരിക്കുന്നില്ല. ഹാജിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഹജ്ജില്ലെങ്കിൽ നമ്മൾ എന്താ സാധാരണ അറഫാ ദിനത്തിൽ ചെയ്യുക? നോമ്പ് വെൽക്കൂലേ? പക്ഷെ ഹജ്ജിന് പോയാൽ നമ്മൾ അവിടുന്ന് നോമ്പ് വെൽക്കുന്നില്ലല്ലോ. അപ്പൊ ഹാജിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഹാജി അവിടുന്ന് മഗ്രിബ് നിസ്കരിക്കുന്നില്ല. മഗ്രിബ് നമസ്കാരം മുസ്ദലിഫയിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് ഇശാഇന്റെ കൂടെ എന്ന് നമ്മൾ അപ്പോൾ നിയ്യത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അറഫയിൽ നിന്ന് നേരെ മുസ്ദലിഫയിലേക്ക് പോവുകയാണ്. മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വാഹനമൊക്കെ ഉണ്ടാവും, നമ്മളെ യാത്രാസംഘം ഒന്നിച്ചായിരിക്കും. പോകുമ്പോൾ എന്തെങ്കിലും ഒരു കേക്കോ വെള്ളമോ ഒക്കെ എടുത്ത് ബാഗിൽ വെക്കാൻ മറക്കണ്ട. കാരണം മുസ്ദലിഫയിൽ ചെന്നാൽ അവിടെ പ്രത്യേകിച്ച് ഭക്ഷണ വിതരണമൊന്നും ഉണ്ടാവില്ല എന്ന ഭൗതികമായ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നാവും. ഞാൻ കർമ്മങ്ങളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്, അതിനുള്ള നേരമേ നമ്മുടെ അടുത്തുള്ളൂ എന്നതുകൊണ്ടാണ്. എന്തായാലും മുസ്ദലിഫയിലേക്ക് നമ്മൾ ചെല്ലുന്നു. അങ്ങനെ മുസ്ദലിഫയിൽ എത്തിയാൽ നമ്മളൊരു സ്ഥലം സൗകര്യം, അവിടെ ടെൻറ്റില്ല, മേൽക്കൂരയില്ല. ഇതവിടുത്തെ പള്ളിയാണ്. ടെൻറ്റില്ല, മേൽക്കൂരയില്ല, വേറൊന്നുമില്ല. നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഇങ്ങനെ കിടക്കലാണ്. അപ്പോൾ നല്ലൊരു ഒഴിവുള്ള സ്ഥലമൊക്കെ നോക്കി മണ്ണിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിരിച്ച്, പുരുഷന്മാരവരുടെ മേൽമുണ്ടെടുത്ത് വിരിച്ചാലും മതി. എന്നിട്ട് അവിടെ വെച്ച് മഗ്രിബ് 3 റക്അത്തും ഇശാ 2 റക്അത്തുമായിട്ട് നിസ്കരിക്കുക. അല്പസമയം ദിക്റിലായിരിക്കുക. എന്നിട്ട് അല്പം വിശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിൽ രാപ്പാർത്ത അന്ന് രാത്രി മുഴുവനായും ഉറങ്ങാതിരുന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ നേരം വെളുപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ ദിക്റിലും ദുആയിലും ഒക്കെ ആയി അല്പം ഇരുന്ന് പിന്നെ അല്പം വിശ്രമിക്കുക, ഒന്ന് ഉറങ്ങുക. സ്ത്രീകൾക്ക്, വൃദ്ധരായ ആളുകൾക്ക്, രോഗികളായ ആളുകൾക്ക്, അവരുടെ കൂടെ പോകുന്ന ആളുകൾക്കൊക്കെ അർദ്ധരാത്രി കഴിഞ്ഞാൽ മിനയിലേക്ക് പോകാൻ അനുവാദമുണ്ട്. അല്ലാത്ത ആളുകളെല്ലാം ഫജർ സ്വല വരെ ആ മുസ്ദലിഫയിൽ തന്നെ താമസിക്കുക. അതിനിടയിൽ നമ്മൾ ജംറയിൽ എറിയാനുള്ള കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് പെറുക്കിയെടുക്കുക. 7 കല്ലുകൾ നിങ്ങൾക്ക് പെറുക്കിയെടുക്കാം, അല്ലെങ്കിൽ 70 കല്ലും പെറുക്കിയെടുക്കാം. 7 കല്ല് പെറുക്കിയെടുത്താൽ 10-ാം തീയതിയിലേക്ക് എറിയാനുള്ള കല്ലായി. 70 കല്ലെടുത്താൽ 10 മുതൽ 13 വരെ എറിയാനുള്ള കല്ല് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. ഇത് രണ്ടും തിരക്കിൽ മറന്നുപോയാലോ? ഒന്നും ബേജാറാവണ്ട. എവിടുന്നാണോ കല്ല് കിട്ടുന്നത് അവിടെ നിന്ന് എടുത്താൽ മതി. മിനയിൽ നിന്നും ഒക്കെ എടുത്താൽ മതി. ഇപ്പം കല്ല് പാക്കറ്റിലാക്കിയിട്ട് അവിടെ വിതരണമൊക്കെ നടക്കുന്നുണ്ട്. പലപ്പോഴും അങ്ങനെ കിട്ടിയാൽ അത് വാങ്ങിയാലും മതി, നമ്മൾ തന്നെ പെറുക്കണം എന്നൊന്നുമില്ല. എന്തായാലും രാവിലെ ആകുന്നു. ദിവസം എന്തായി? അപ്പോൾ ദുൽഹജ്ജ് 10 എല്ലാവരും എൻ്റെ കൂടെ ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. എൻ്റെ കൂടെ വരുന്നവരൊന്ന് കൈവന്നിക്ക്. ഓക്കെ, ഗുഡ്. ആരും മുസ്ദലിഫയിലോ അറഫയിലോ ഒന്നും ആയിപ്പോയിട്ടില്ലല്ലോ? ഇല്ല. എല്ലാവരും ദുൽഹജ്ജ്, വെരി ഗുഡ്. ദുൽഹജ്ജ് 10 ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ദിവസമാണ് കേട്ടോ അത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മുസ്ദലിഫയിൽ നിന്ന് ദുൽഹജ്ജ് 10 അന്ന് അഥവാ യൗമുൻ നെഹറിന് അന്ന് ദുൽഹജ്ജ് 9 കുറിച്ച് ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ അന്വേഷണ സമയത്ത് നമുക്ക് എത്രയും പറയാം കേട്ടോ, എത്രയും പറയാം ഇൻഷാ അല്ലാഹ്. ഇപ്പം അത് നമ്മൾ ഉച്ചൻ്റെ മുമ്പേ, മൗലവിൻ്റെ ക്ലാസ്സിൻ്റെ മുമ്പേ ഇത് നമുക്ക് എന്ത് ചെയ്യണം? തവാഫുൽ വിദാ ചെയ്യണം. നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ 10 അന്ന് രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ
മിനയിലേക്ക് പോകുന്നു. മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക്. അപ്പോഴെല്ലാം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? തൽബിയത്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മിനയിലെത്തി. നമ്മൾ അവിടെ കാണുന്നത് മിനയുടെ ഏറ്റവും എൻഡ് എന്ന് പറയുന്നത് ജംറാത്താണ്. 3 ജംറകൾ അവിടെയുണ്ട്. ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ കുബ്ര അല്ലെങ്കിൽ ജംറത്തുൽ അഖബ. ഈ 3 ജംറകളുണ്ട്. അന്നേ ദിവസം ആദ്യമായി നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ജംറത്തുൽ ഊലയിൽ എറിയുന്നില്ല, ജംറത്തുൽ വുസ്തയിൽ എറിയുന്നില്ല, ജംറത്തുൽ അഖബയിൽ 7 കല്ലെറിയുന്നു. എത്ര കല്ലെറിയുന്നു? 7 കല്ലെറിയുന്നു. ഈ കല്ലെറിയുമ്പോൾ എന്ത് ചൊല്ലുന്നു? അല്ലാഹു അക്ബർ. എന്താ ചൊല്ലുന്നത്? അതുവരെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേ പോയ നമ്മള് ജംറത്തുൽ 3-ാമത്തെ ജംറയിൽ നമ്മൾ അവിടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന്മാർ കൈ ഉയർത്തി നല്ല ജോറായിട്ട് തന്നെ എറിയണം. സ്ത്രീകളും എറിയണം. കല്ല് അവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചാൽ പോരാ, കല്ല് എറിയന്നെ വേണം. കല്ല് തന്നെ എറിയണം. ചെരുപ്പോ കുടയോ ഒന്നും എടുത്ത് എറിഞ്ഞാൽ പോരാ, ശൈത്താനല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോരാ. കല്ലുകൊണ്ട് തന്നെ എറിയണം. 7 കല്ലുകൾ ഒന്നിച്ചെറിഞ്ഞാൽ മതിയോ? പോരാ, ഓരോ കല്ലായി തന്നെ എറിയണം. മനസ്സിലാവുന്നില്ലേ? അങ്ങനെ ജംറത്തുൽ അഖബയിൽ എറിയുന്നു. നമ്മൾ അവിടെ എറിഞ്ഞു. ആ ഏറ് കഴിഞ്ഞാൽ പിന്നെ 2-ാമത്തെ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ബലിയാണ് നമ്മുടെ 2-ാമത്തെ കർമ്മം. നിങ്ങൾ സർക്കാരിലോ അല്ലാതെയോ ഒക്കെ പണം അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട. അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊള്ളും? അറവ് നിർവഹിച്ചു കൊള്ളും. നേരത്തെ പറഞ്ഞു, തമത്വായി ഹജ്ജ് ചെയ്യുമ്പോഴും ഖിറാനായി ഹജ്ജ് ചെയ്യുമ്പോഴും ആ കർമ്മത്തിൽ ബലി നിർബന്ധമാണ്. അതുകൊണ്ട് ബലി കർമ്മം നിർവഹിക്കുന്നു. ഇങ്ങനെ 2 കർമ്മം നിർവഹിക്കുമ്പോൾ തന്നെ നമ്മൾ പാതി തഹല്ലുലാകുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ മുടിയെടുക്കുക. സ്ത്രീകൾ മുടി അല്പം വെട്ടുക. ഈ പണിയാണ് ചെയ്യേണ്ടത്. അതോടുകൂടി നമ്മൾ പാതി തഹല്ലുലായി. മുഴുവനായിട്ടും തഹല്ലുലായിട്ടില്ല. അപ്പോൾ വിവാഹം, സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം ഒഴികെ നമുക്ക് ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളുണ്ടല്ലോ. തുന്നിയ വസ്ത്രം ധരിക്കുക, തലമറക്കുക, സുഗന്ധം ഉപയോഗിക്കുക, ഈ ജാതി കാര്യങ്ങളൊക്കെ അതുമുതൽ നമുക്ക് അനുവദനീയമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഏറും കഴിഞ്ഞ് ബലിയർക്കൽ ഏതായാലും കഴിഞ്ഞു. പിന്നെ നമുക്ക് മുടിയെടുത്താലും മുടിയെടുത്തിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ വസ്ത്രം ധരിച്ചിട്ടും തവാഫുൽ ഇഫാദ ചെയ്യാവുന്നതാണ് എന്നർത്ഥം. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ലേശം ഒന്നും മനസ്സിലാവാതെ വന്നോ? ദുൽഹജ്ജ് 10 രാവിലെ ഒന്നുമില്ല. രാവിലെ പോയി ജംറത്തുൽ അഖബയിൽ 7 കല്ലെറിഞ്ഞു. അത് കഴിഞ്ഞ് ബലിയർക്കൽ അവിടെ നടന്നോളും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള ബാർബർ ഷോപ്പിൽ വെച്ച് മുടി വടിക്കുന്നു, അല്ലെങ്കിൽ മുടി വെട്ടുന്നു. ഇനി വെട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? കഅബയുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ ചെന്നാൽ നമ്മൾ തവാഫ് ചെയ്യുന്നു. ആ തവാഫാണ് എന്ത്? തവാഫുൽ ഇഫാദ എന്ന് പറയുന്നത്, ഹജ്ജിന്റെ തവാഫ് എന്ന് പറയുന്നത്. തവാഫിന്റെ ഷർത്തും സുന്നത്തും ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ അർത്ഥത്തിൽ തന്നെ ഹജ്ജിന്റെ തവാഫ് എന്ന നിയ്യത്തോടു കൂടി നമ്മൾ തവാഫ് പൂർത്തീകരിക്കുന്നു. ആ തവാഫ് 7 തവണ ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കുന്നു, സംസം കുടിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഇതിലെല്ലാം ബാധകമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്? ഹജ്ജിന്റെ സഅയാണ്. 10-ാം തീയതി ചെയ്യുന്ന കർമ്മങ്ങൾ: 1 ജംറയിൽ എറിയുക, 2 ബലിയറുക്കുക, 3 മുടിയെടുക്കുക, 4 തവാഫുൽ ഇഫാദ ചെയ്യുക, 5 സഅയ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിൻ്റെ അടുക്കൽ ലോഹറോ അസറോ ഒക്കെ അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടായാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കൂടി നിസ്കരിക്കാം. അപ്പൊ ഹറമിൽ വെച്ചിട്ട് എങ്ങനെയാ നിസ്കരിക്കേണ്ടത്? ഹറമിലെത്തിയാൽ പിന്നെ നമുക്ക് ജമ്മും കസറും സംഗതി ഒന്നുമില്ല. അവിടുത്തെ നിസ്കാരം എത്രയാണോ ഇമാം നിസ്കരിക്കാൻ റക്അത്ത് ഇത് കൂടിയിട്ട് നിസ്കരിക്കന്നെ. അങ്ങനെ ഇതൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ എവിടെയെങ്കിലും തിരിഞ്ഞ് നേരം പോക്കി നിൽക്കരുത്. എന്ത് ചെയ്യണം? നേരെ പിന്നെ നമ്മൾ മിനയിലേക്ക് പോകണം. പിന്നെ അന്ന് രാത്രി നമ്മൾ മിനയിലാണ്. ഇനി അഥവാ ഏറൊക്കെ കഴിഞ്ഞ് 8-ാം തീയതി ഇഹ്റാം ചെയ്ത് നമ്മളിങ്ങനെ മിനയിൽ പോയി, അറഫയിൽ പോയി, മുസ്ദലിഫയിൽ രാപ്പാർത്ത് ജംറയിലേക്ക് പലപ്പോഴും നടക്കുക തന്നെയാണ് വേണ്ടത് കേട്ടോ. നടക്കാനേ കഴിയൂ. ഇത്രയും പൈസ കൊടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷ പോലും ആക്കി തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വാഹനമൊന്നും കിട്ടൂല. നടക്കുക വേണം. നടക്കണം. അതാണല്ലോ തടിയാലും മുതലാലും വഴിയാലും ആണല്ലോ ഹജ്ജിന്റെ. അപ്പൊ അതൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടാവണം.
നടക്കാൻ മറന്നുപോയവർ ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം മുതൽ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് നടന്ന് ശീലിച്ചാൽ അവിടെ ചെന്ന് നടക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു പണിയെടുക്കുന്ന പോലെ ഉണ്ടാവൂല. അങ്ങനെ നമ്മളെ ശരീരത്തെ ഒരുക്കിയാൽ മതി. എന്തായാലും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ക്ഷീണിച്ച ഒരാൾക്ക് വേണമെങ്കിൽ 10-ാം തീയതി തന്നെ തവാഫുൽ ഇഫാദ ചെയ്യാതിരിക്കാം. 11-ലേക്ക് നീട്ടിവെക്കാം, അല്ലെങ്കിൽ 12-ലേക്ക് നീട്ടിവെക്കാം. അതൊക്കെ ചെയ്യാനുള്ള അനുവാദമുണ്ട്. പക്ഷെ അന്ന് തന്നെ ആണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം ഹജ്ജിൻ്റെ റുക്കിനാണ്, ഒഴിവായി പോകാൻ പാടില്ലാത്തതാണ്. മാത്രവുമല്ല തവാഫുൽ ഇഫാദയും സഅയും ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായ തഹല്ലുലാവുകയും ചെയ്യും എന്ന ഒരു കാര്യമുണ്ട്. ദുൽഹജ്ജ് 10 രാത്രി നമ്മൾ മിനയിൽ രാപ്പാർത്തു. മിനയിൽ രാപ്പാർക്കുക എന്നത് വാജിബാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒരാടിനെ ബലിയറുക്കുന്ന പ്രായശ്ചിത്തം ചെയ്യണം. അടുത്തത് ദുൽഹജ്ജ് 11 ദിവസം. ദുൽഹജ്ജ് 11. എന്താണ് ദുൽഹജ്ജ് 11 നമുക്ക് ചെയ്യാനുള്ളത്? 3 ജംറകളിലും എറിയലാണ്. നമ്മൾ 10-ാം തീയതി എറിഞ്ഞത് ഒരു ജംറയിലാണ്. 11-ാം തീയതി എത്ര ജംറയിൽ എറിയുന്നു? 3 ജംറയിൽ എറിയുന്നു. ആദ്യം എറിയേണ്ടത്, തിരക്കൊഴിഞ്ഞ ജംറ പോയി നോക്കി എറിയാനൊന്നും പറ്റൂല, ആദ്യം എറിയേണ്ടത് എവിടെയാണ്? ജംറത്തുൽ ഊല. പിന്നെ എറിയേണ്ടത് ജംറത്തുൽ വുസ്ത. പിന്നെ എറിയേണ്ടത് ജംറത്തുൽ അഖബ. ഈ 3 ജംറകളിലും ഓരോ ജംറയിലും 7 കല്ല് വീതം എറിയുന്നു. കല്ലുകൾ ഓരോന്നായിട്ടാണ് എറിയേണ്ടത്. അങ്ങനെ ജംറത്തുൽ ഊലയിലും ജംറത്തുൽ വുസ്തയിലും എറിഞ്ഞാൽ കഅബക്ക് നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക. അവസാനത്തെ ജംറയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാനൊന്നും അവിടെ നിൽക്കണ്ട, നേരെ എന്ത് ചെയ്യുക, നമ്മുടെ ടെൻറ്റിലേക്ക് തന്നെ തിരിച്ചു വരിക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കൈവന്തിക്ക് ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഓക്കെ. ഇനി നമ്മൾ ദുൽഹജ്ജ് 12 ഈ ദുൽഹജ്ജ് 12-നും ഇതേ കർമ്മം ആവർത്തിക്കുകയാണ്. 3 ജംറകളിലും എറിയുന്നു. 12-ാം തീയതി 3 ജംറയിലും എറിഞ്ഞു കഴിഞ്ഞവർക്ക് ആവശ്യമെങ്കിൽ പോകാം. എവിടുന്ന് പോകാം? മിനയിൽ നിന്ന് പോകാം. സന്ധ്യക്ക് മുമ്പ് പോകണം. സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്നത്തെ എറിഞ്ഞിട്ടേ പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ 12-ന് പോകലാണോ നല്ലത്, 13-ന് പോകലാണോ നല്ലത് എന്നില്ല. 12-ന് പോകുന്നവർക്ക് അങ്ങനെ പോകാം, 13-ന് പോകുന്നവർക്ക് അങ്ങനെ പോകാം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ 13-ന് പോകുന്ന ആളുകൾ 3 ജംറകളിലും ഈ പറഞ്ഞതുപോലെ കല്ലെറിയുക. 7 കല്ല് വീതം എറിയുക എന്നതാണ് ചെയ്യേണ്ടത്. ഈ 7 പ്രാവശ്യം ആയിപ്പോയി. 7 കല്ല് വീതം 3 ജംറകളിലും എന്ത് ചെയ്യുക? എറിയുക. ഇത്രയുമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടിയേ ബാക്കിയുള്ളൂ. എന്താണത്? തവാഫുൽ വിദാ. അപ്പോൾ ദുൽഹജ്ജ് 13-ന്റെ അന്ന് ഏറും കഴിഞ്ഞ് നിങ്ങൾ റൂമിൽ പോയാൽ, ഹോട്ടലിൽ പോയാൽ, താമസ സ്ഥലത്ത് പോയാൽ, പിന്നെ നിങ്ങൾ അവിടെ സാധാരണ പോലെ എപ്പോഴാണോ റിട്ടേൺ ഫ്ലൈറ്റ് ഉള്ളത് അതുവരെയുള്ള ദിവസങ്ങൾ പരമാവധി ഹറം ഉപയോഗപ്പെടുത്തുക, ദുആ ചെയ്യുക, തവാഫ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകിക്കൊണ്ടേയിരിക്കുക എന്നതാണ് വേണ്ടത്. ഒടുവിൽ നിങ്ങൾ തിരിച്ചു പോകേണ്ടുന്ന സമയത്തിന് തൊട്ടു മുമ്പായിട്ട് എന്ത് ചെയ്യുക? തവാഫുൽ വിദാ ചെയ്യുക. ഹൈലുകാരികളായ ആളുകളെ സംബന്ധിച്ച് ഇത് നിർബന്ധമുള്ള കാര്യമല്ല. ബാക്കി എല്ലാവർക്കും നിർബന്ധമാണ്. ചെയ്തിട്ടില്ലെങ്കിൽ പ്രായശ്ചിത്തം നൽകണം. ഇതാണ് അതിൻ്റെ കഥ. അങ്ങനെ നമ്മൾ തവാഫുൽ വിദായോടുകൂടി നമ്മുടെ ഹജ്ജ് കർമ്മം പൂർത്തിയായി കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പ്രാർത്ഥന മുതൽ തവാഫുൽ വിദാ വരെയുള്ള ഈ കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത്. ഈ കുറഞ്ഞ സമയത്ത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. ഏതായാലും അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ വിജ്ഞാനത്തെ അള്ളാഹു താല നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇനി പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. അത് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സംശയ നിവാരണം വരുത്താവുന്നതാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുആയിൽ എന്നെയും കുടുംബത്തെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യാണ്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.